ഞങ്ങൾ അവിടുന്ന് ജർമ്മനിയിൽ നിന്ന് നേരെ ട്രെയിൻ എടുത്ത് ഇവിടെ അൽസൈസ് റീജിയനിലെ വേറൊരു സ്ഥലത്ത് വന്നു. കോൾമാർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അൽസൈസ് റീജിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഫ്രാൻസ് ആണ്. അപ്പൊ അത് ആദ്യം റോമൻ എംപയേഴ്സിന്റെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രാൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേൾഡ് വാറിന്റെ ടൈമിൽ ജർമ്മനി, പിന്നെ അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഫ്രാൻസ്. ഇപ്പൊ ഇത് ഫ്രാൻസിന്റെ അകത്താണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിന്റെ ലിപ്സ്റ്റിക് താഴ്പോയെന്ന് എടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ കൾച്ചർ ഭയങ്കര അടിപൊളി മിക്സ് ആണ്. പിന്നെ ഇവിടുത്തെ ഹൗസസ് ആണ് ഇവിടുത്തെ ഭയങ്കര അട്രാക്ഷൻ. ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്ന് പറയും. അതായത് ഇവിടെ ഈ അൽസൈസ് റീജിയൻ ഫുള്ളായിട്ടും 3 മെയിൻ സിറ്റീസ്, സ്ട്രാസ്ബോർഗും പിന്നെ കോൾമാർ ആൻഡ് മ്യൂൾഹൗസ് എന്ന് പറഞ്ഞു. ഈ 3 പ്ലേസസും ഈ അൽസൈസ് റീജിയൻ എല്ലാം ഒരു മൗണ്ടൻ ഉണ്ട്, വിസാഷ് എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു മൗണ്ടന്റെ പേര്. ആ മൗണ്ടനിൽ ഫുൾ ഇങ്ങനെ കുറെ വുഡ് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഇവിടുത്തെ ഹൗസസ് ഒക്കെ ഇങ്ങനെ കൂടുതലും വുഡ് ആണ് ഫ്രെയിം വർക്ക്. എന്നിട്ട് ആ വുഡ് ഫ്രെയിം വർക്ക് വെളിയിലേക്ക് കാണുന്ന രീതിയിലാണ് അവരുടെ ആർക്കിടെക്ചർ. അപ്പൊ അത് ഭയങ്കര ഭംഗിയാണ്. പക്ഷെ സ്ട്രാസ്ബോർഗിലെയും ഉണ്ടെന്ന് തോന്നുന്നു കുറേ എണ്ണം അങ്ങനെ തന്നെ പണ്ടത്തെ 12th സെഞ്ച്വറി മുതലുള്ളതൊക്കെ കുറേ എണ്ണം അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കോൾമാറിലെ കുറേ ഉണ്ട്. കോൾമാറിലെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, അത് കാണിച്ചു തരാം. അത് ഈ ഇതുപോലത്തെ ഹാഫ് ടിമ്പേർഡ് ഹൗസസും പിന്നെ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും ആണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഇതാണ് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഫുൾ ബഹളം. ഇതാണ് കോൾമാർ. നമ്മുടെ ചെക്കനും പപ്പയും അവിടെ നിൽക്കുകയാണ്. ഇവിടെ റോളർ കോസ്റ്റർ ഉണ്ട് ഒന്ന്, പിന്നെ ഇങ്ങനെ ഈ സ്വിങ് പോലെ കറങ്ങുന്ന ഇതിൽ അതിനും പോണ്ടെന്നാ പറയുന്നേ പേടിയായിട്ട്. പിന്നെ ഇവിടെ മെരിഗോ റൗണ്ട് ഉണ്ട്. ചെറിയ മാർക്കറ്റാണ്. പക്ഷെ ഇന്ന് 26th അല്ലേടോ, 26th ആയിട്ട് നിറയെ ആൾക്കാരുണ്ട്. ഫുഡ് സ്റ്റോൾസ് ഒന്നും ഇന്ന് അധികം ഇല്ല, ആകെ കുറച്ച് 2-3 ഉള്ളൂ. പക്ഷെ നീലത് കറങ്ങുന്ന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താ കേറണോ? വേണ്ട. ഇതെനിക്കറിയില്ലായിരുന്നു ഇത്ര സ്പീഡിൽ പോകുന്നുട്ടോ. ഇത് അടിപൊളി. പിള്ളേർ നീലും കേറാത്ത തന്നില്ല, നീല് കാറി പൊളിച്ചേനെ. കേക്കുന്നുണ്ടോ പിള്ളേരല്ലാ? ഇങ്ങനെ ഞങ്ങള് അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ചെറുത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഓൾഡ് ടൗൺ എത്തി. കോൾമാറിലെ ഓൾഡ് ടൗൺ ഇതാണ് പറഞ്ഞത്. പണ്ടത്തെ കുറേ വില്ലേജ് ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്ന് പറയുന്നത് ആ ദൂരെ കാണുന്ന അത് കണ്ടോ, ഈ വുഡൻ ഫ്രെയിം വർക്ക് നമുക്ക് വെളിയിൽ കാണാം. അങ്ങനത്തെ ഹൗസസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. കാണിച്ചു തരാം അത് അടുത്തെത്തുമ്പോൾ. ഇത് പഴയ ഹിസ്റ്റോറിക്കൽ പീരീഡിന്റെ ശരിക്കും അതിന്റെ പ്രൗഢിയൊക്കെ വിളിച്ചറിയിക്കുന്ന ബിൽഡിങ്സ് ആണ്. അതിനകത്ത് ശരിക്കും കപ്പിയൊക്കെ ഉണ്ട്, കിണറുണ്ടോ? ശരിക്കും എന്തൊരു ബ്യൂട്ടിഫുൾ ആയി ബിൽഡിംഗ് അല്ലേ. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടിന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങോട്ട് കയറാൻ പാടില്ല, ജസ്റ്റ് ഫോട്ടോസ് എടുക്കാം, അത്രേ ഉള്ളൂ. എന്താ വേണ്ട മോന്? ഇതിൽ നോക്കി പറ, എന്താ മേടിക്കാൻ പോന്നേ? ഉറക്കെ പറ തങ്കു. ആണോ? എന്നാ വാ വാഫിലിന്റെ കട്ടിലേക്ക് പോ. ഈ പഴയ വീടാ, പക്ഷെ കൊറേ കൊല്ലങ്ങൾ മുന്നിലത്തെ വീടാ, ഇപ്പോഴത്തെ വീടൊന്നും അല്ല. അതിലേക്കുള്ള എൻട്രൻസ് നല്ല രസമുണ്ടല്ലേ. ഇപ്പൊ നീല വാഫിൾസ് വാങ്ങണം. നീല അവിടെ പോയി ക്യൂ നിന്നോ. ഇത് ഇവിടെ കടയിൽ പോയി ക്യൂ നിൽപ്പുണ്ട്.
Yun go. Yun. It's Yun go. It's not a. എന്താ കിട്ടിയേ? ന്യൂട്രലയുടെ കടലാണല്ലോ മോനെ. ഞാനിവിടെ ഒരു ബെഞ്ചിൽ അവൻ്റെ വാഫിൾസും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ഇതായി സ്ട്രീറ്റ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, കുറേ കൊല്ലങ്ങൾ മുന്നേ ഇവിടെ എന്തൊക്കെ ആൾക്കാർ സഫർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. വേൾഡ് വാറിൻ്റെ സമയത്ത് ജർമ്മനി പിടിച്ചെടുക്കുന്നു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്രാൻസിലേക്ക് മാറുന്നു, പിന്നെ വീണ്ടും ജർമ്മനി പിടിച്ചെടുക്കുന്നു, പിന്നെ ഫ്രാൻസിലേക്ക് മാറുന്നു. ശരിക്കും ഈ സ്ഥലത്തിനൊക്കെ കുറേ സ്റ്റോറീസൊക്കെ പറയാനുള്ള ഒരു സ്ഥലമാണ്. നല്ല ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഉള്ള, പിന്നെ അതുമല്ല ഇവിടുത്തെ എല്ലാ ഫ്രഞ്ചും ജർമ്മനും, ഇവിടുത്തെ ഓൾമോസ്റ്റ് കുറേ ആളുകൾ ജർമ്മൻ സംസാരിക്കും, കുറേ ആളുകൾ ഫ്രഞ്ച്, പിന്നെ അതുമല്ല ഒരു മിക്സാണ്, ടിപ്പിക്കൽ ഒരു പ്രോപ്പർ മിക്സ് ഓഫ് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ട്രഡീഷൻസ് ആണ്. ഫുഡാണേലും ഫ്രഞ്ച് സൈഡിലുള്ള എല്ലാ മെയിൻ ഫുഡും ഉണ്ട്, അതുപോലെ ജർമ്മനിലെ മെയിൻ ഫുഡും ഉണ്ട്. അടിപൊളി ഒരു രണ്ട് കൺട്രീസിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എമ്മയാണോ? നല്ല ചോക്ലേറ്റ്, ഒരു മാസത്തേക്കുള്ള ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്താ, എന്തോ ഒരു പഴയ കിണറ് തന്നെയാന്ന് തോന്നുന്നല്ലേ. മൂടിയതാണ് ഇത്, മൂടി ഒക്കെ കണ്ടാ പേടിയാവും. എന്തുകൊണ്ടായിരിക്കും മൂടിയത്? ഇത് പണ്ടത്തെ കിണറാട്ടോ, എത്രയോ കൊല്ലങ്ങൾ മുന്നേ എടുത്തതായിരിക്കും. എന്തായിരിക്കും ഇതിന്റെ ഹിസ്റ്ററി? ഇതിനും ഉണ്ടാവും പറയാനൊരു കഥ. 1581 ഇതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, 1581. ഓ മൈ ഗോഡ്, എന്തോ ഓൾഡല്ലേ. മുമ്പേ പറഞ്ഞ ആ ഹാഫ് ടിമ്പേർഡ് ഹൗസസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ജർമ്മൻ ആർക്കിടെക്ചറാണ് കേട്ടോ. ഇതിലെ ഈ വുഡ് ഫ്രെയിം വെളിയിലേക്ക് കാണും, കാരണം അത് മെയിനായിട്ട് അവരതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കുറേ പെയിൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിൽഡിങ്ങിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ആ വുഡൻ ഫ്രെയിംവർക്ക് വെളിയിലേക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഭിത്തി എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടൊരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് വാറ്റിൽ എന്ന് പറഞ്ഞ അതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ ചെടികളുടെ ബ്രാഞ്ചസ് ഒക്കെയോ ട്വിക്സ് ഉപയോഗിച്ചിട്ട് ഒരു മതിൽ പോലെ കെട്ടും. എന്നിട്ട് ആ മതിലിൻ്റെ മുകളിൽ അവരൊരു ചാണകം പോലത്തെ ഒരു മിക്സ്ചർ, ശരിക്കും പറഞ്ഞാൽ കൗവിൻ്റെയോ അല്ലെ ഹോഴ്സിൻ്റെയോ ഒക്കെ ചാണകം ഉപയോഗിച്ചിട്ട് അതും മഡും ക്ലേയും വാട്ടറും കൂടെ മിക്സ് ചെയ്തൊരു ഇതുണ്ടാക്കിയിട്ട് അതാണ് അതിൻ്റെ മുകളിൽ പൂശുക. എന്നിട്ട് അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള കളർ യൂസ് ചെയ്യും. പിന്നെ പണ്ടത്തെ ഹൗസസ് ഇവരിപ്പോഴും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിൽ റിട്ടേൺ ചെയ്തേക്കുന്ന ഹൗസസിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഹൗസാണ് മേസൺ ദു തേറ്റ്. മേസൺ ദു തേറ്റ് മീൻസ് ഹൗസ് ഓഫ് ഹെഡ്സ്. അതിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ആ ഹൗസ് എത്തിക്കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. ആ ഹൗസ് പാലും നീലും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നീലും ഇതുവരെ കഴിച്ചും കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര 2 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളു അല്ലേ? 2 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളു. ഹൗസ് ആൻഡ് ഇന്നിപ്പോ ഇവിടെ മറ്റേ കൂടെ ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ലെന്നേ ഉള്ളൂ. ഫുഡിന്റെ എല്ലാ റെസ്റ്റോറൻറ്റും അതൊക്കെ നല്ല ഓപ്പൺ ആയിടോ. അവിടുത്തെ ആ ഷോപ്പിന്റെ ഡെക്കറേഷൻ നോക്ക്. അതെന്താ, അത് ബാറാണോ? മ്യൂസിയം. ഓ അതാ ഞാൻ പറഞ്ഞ മ്യൂസിയം. ഓ അതാണ് മ്യൂസിയം. നമ്മള് തപ്പി വന്നത് മറ്റേ മേസൺ ദു തേറ്റ് ആണേലും ഇപ്പൊ നമ്മൾ കേറാൻ പോകുന്നത് മ്യൂസിയം ഹാൻസി എന്ന് പറഞ്ഞ മ്യൂസിയത്തിലേക്കാണ്. അടിപൊളി, സൈഡ് ഭയങ്കര ലുക്കാണ്.
മെസ്സി. ഞങ്ങൾ അങ്ങോട്ട് കയറുവാണ്. നോക്കി ഞങ്ങള് ഇവിടെ ആ മ്യൂസിയത്തിന്റെ അകത്ത് എന്തൊരു ക്രിസ്മസിയാ, എല്ലാം ഫുൾ ഡെക്കറേറ്റഡ് ആൻഡ് ഓൾ എല്ലാ സാധനങ്ങളും. പിന്നെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ്, അൽസേസിന്റെ മെയിൻ ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ്, തേന്, വൈന്, പിന്നെ മറ്റേ കേക്ക്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇത് ലിക്കർ ദു പാത് സ്പേസസ്, വലിയ ക്രിസ്മസ് അവിടെ വലിയ ചോക്ലേറ്റ്സ്. പിന്നെ ഇവിടെ ഈ അൽസേസ് റീജിയണിലെ നാഷണൽ ബേർഡാണോ അങ്ങനെയാണോ പറയുന്നത് അറിയില്ല, ഇവിടുത്തെ മെയിൻ പക്ഷിയാണ് ഇത്, ഈ സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ കുറേ മറ്റേ ഫ്രിഷ് മാഗ്നറ്റും അതിൻ്റെ കുറേ സുവനീഴ്സ് ഉണ്ട് വാങ്ങേണ്ടവർക്ക്. ഞങ്ങൾ ചെറിയൊരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് വാങ്ങിയത്. നല്ല രസമുണ്ട് ഷോപ്പ് കാണാൻ, ഫുൾ ക്രിസ്മസി വൈബ്. ഞാൻ ഇതിന് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ കാണുന്നതാണ് മേസോൺ ദു തേത്ത്. അതായത് ഇത് എന്തുകൊണ്ടാണ് മേസോൺ ദു തേത്ത് എന്നറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഇതിൻ്റെ മുന്നിൽ ഹൺഡ്രഡ്സ് ഓഫ് ഫേസസ് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് പണ്ട് 1609 ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഹൗസസ് ഇൻ കോൾമാറാണ്. ഇത് ശരിക്കും ഹാഫ് ടിമ്പേർഡ് ഹൗസസ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഫേമസ് വെച്ചാൽ ഇതിൻ്റെ ഈ കൊത്തുപണി കൊണ്ട് തന്നെയാണ് ഇത് ഫേമസ് ആയിരിക്കുന്നത്. ആൻഡ് അന്ന് മുതൽ ഇതുവരെ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്ന അന്ന് മുതലേ ഉള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതാ വേറൊരു ഹാഫ് ടിമ്പേർഡ് ഹൗസ് കാണാൻ. ഇവിടുത്തെ സ്ട്രീറ്റ് ഇത് ഈ ഹൗസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണിത്. പിന്നെ നീലിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. നീല ആ ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾ ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ മറ്റേ എന്നാ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ മുകളിൽ, കോൾമാർ എന്ന് പറഞ്ഞ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ മുകളിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു. അപ്പോൾ അതിനു മുന്നേ നീല് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡിലുള്ള ഈ സിമ്പിൾസിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണുള്ളത്. അപ്പോൾ നീല് ചോദിച്ചു വന്ന് അതെന്താ ഇവിടെ ഇതും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും തമ്മിലുള്ള ബന്ധം എന്താന്ന്. അപ്പോൾ നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോഴാണ്, നമ്മൾ അന്ന് ഒരു ദിവസം പാരീസ് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസിൽ നിന്ന് അവർ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഫ്രാൻസിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിന് മുന്നേ ഇവർ 3 മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 3 മോഡലിൽ ഒന്ന് പാരീസിലുണ്ട്, ഒന്ന് ഇവിടെയാണ് ഉള്ളത് കോൾമാറിൽ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഇനി നമ്മൾ തിരിച്ച് റൂമിലൊക്കെ എത്തേണ്ടതുകൊണ്ട്. പക്ഷെ ഇവിടെയാണ് ഒന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ അതാ ഇപ്പം നീല് നോക്കുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് റോഡിൽ ആ സിമ്പിൾ ഉണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇതിപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ എത്താൻ പറ്റും. ഇവിടെ നിറയെ ആളുകൾ നിന്ന് ഈ ക്യൂട്ടൊരു ഇതിൻ്റെ മുമ്പിൽ നിന്ന്, ഹട്ടിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. കോൾമാർ എന്നുള്ള ഹട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് നല്ല രസമുണ്ട്. ഞാനും നീലും നിൽക്കാൻ പോവാം. അവിടെ ക്യൂ ആണ്, ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഒരു ലേഡി ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഞങ്ങളിതേ ആ വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് അവർ ഞങ്ങളോട് ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന്. എന്നിട്ട് അവരെടുത്ത് വന്ന ഫോട്ടോസാണ്. കോൾമാറിൻ്റെ ഭംഗി തന്നെ, എന്തൊരു ഭംഗിയാ. ഈ ബിൽഡിങ്സ് ആണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത, വിശ്വസിക്കാൻ പറ്റില്ല. ഈ ബിൽഡിങ് നോക്ക്, ഇത് നമ്മൾ കോൾമാറിൻ്റെ ഇതിലൊക്കെ കാണുന്ന ബിൽഡിങ്ങാണ്. നമ്മൾ ഫോട്ടോസിലൊക്കെ ഈ ബിൽഡിങ്സ് ആണ് മിക്കപ്പോഴും ഉണ്ടാവില്ല. കോൾമാർ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി ബിൽഡിങ്ങാണ്, കളറും ഒക്കെ കൊണ്ട്. എൻ്റെ മുമ്പ് കറക്റ്റ് ഒരു ക്രിസ്മസ് ട്രീയും. ഇതാ നീല അപ്പൂപ്പൻ വരുന്നുണ്ട്. സാന്താക്ലോസിന് വരും. ദിസ് ഇയർ നീലാണ് ഇവിടെ കോൾമാറിൽ അപ്പൂപ്പനായിട്ട് വരുന്നത്. ഹലോ നീലപ്പൂപ്പ, ഹലോ നീലപ്പൂപ്പ. ഇതാ ആ ബിൽഡിങ്ങിന്റെ വ്യൂ.
ഹൗസ്. ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഈ സ്ട്രീറ്റ് നല്ല അടിപൊളി. കുറെ ഫോട്ടോസ് എടുത്തു. എന്തൊരു ഈ ക്രിസ്മസ് ട്രീ നോക്ക്, സൺലൈറ്റ് അടിച്ചിട്ടപ്പ എന്ത് രസമല്ലേ കളറ്. അപ്പൊ അതിന്റെ സൈഡിലുള്ള ഒരു സ്ട്രീറ്റ് ആണിത്. തോടൊഴുകുന്ന പോലെ ചെറിയ വെള്ളം ഒഴുകുന്നുണ്ട്. കനാലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അടിപൊളി. പിന്നെ ഇവിടെ കാണേണ്ട രണ്ട് കാര്യങ്ങൾ, ഒരു ഡൊമിനിക്കൻ ചർച്ചും ഉണ്ട്, ഒരു സെയിന്റ് മാർട്ടിൻസ് ചർച്ചോ. അത് രണ്ടും ഇതുമാന്ന് തോന്നുന്നു. അടിപൊളി. അതിന്റെ മുകളിൽ കൂടെ പക്ഷിയൊക്കെ പറന്നു പോയിട്ട്. പിന്നെ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ്. എന്താ വേറൊരു ക്രിസ്മസ് മാർക്കറ്റ്, ടോൾമാറിലെ അടുത്ത ക്രിസ്മസ് മാർക്കറ്റ്. ഇതാണ് ഈ താത്തെ ഫ്ലോംബെ. അതാണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഫുഡ്. നമ്മളിതിനു മുന്നേ ട്രൈ ചെയ്തായിരുന്നു ഓൾറെഡി, അതുകൊണ്ട് നമ്മൾ ഇത്തവണ വാങ്ങിക്കുന്നില്ല. പക്ഷെ അതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. പിന്നെ ഇവിടുത്തെ വൈനും, അൽസീസ് വൈൻ. പിന്നെ ഇവിടെ ഇപ്പൊ വിന്ററും ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ ചോക്ലേറ്റ് എന്താണ് ഹോട്ട് വൈനാണ് കിട്ടുക. അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തേത്. ഇവിടുത്തെ അല്ലാതെയും അൽസൈസ് വൈൻ ഇസ് വെരി ഫേമസ് ആണ്. ഇവിടെ കുറേ വൈൻ യാർഡ് ഉണ്ട് ഈ അൽസൈസ് റീജിയനിൽ. അതുകൊണ്ട് അൽസൈസ് വൈൻ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ കോൾമാറിലെ ലാസ്റ്റ് രണ്ട് സ്ഥലം കൂടി നമ്മൾ കാണുന്നുള്ളത്. ഇനി പോവാണ്. അപ്പം നമ്മൾ മേസൺ, ഇതാണ് മ്യൂസിയം ബാർത്തോൾഡി എന്ന് പറഞ്ഞിട്ട് വേറൊരു മ്യൂസിയം. അത് നമ്മൾ കയറുന്നില്ല. ഇതാ ഇവിടെ ഇത് കണ്ടോ, ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. അതാണ് മറ്റേ ചർച്ച്, രണ്ടാമത്തെ ചർച്ച്. കത്തീഡ്രൽ മിൻസ്റ്റർ. നല്ല രസമുണ്ട് ചർച്ച്. സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ. വാവ്. ഇങ്ങനത്തെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മളൊരു ബിസി സ്ട്രീറ്റിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഭയങ്കര ബിസിയാണ് ഈ സ്ട്രീറ്റ്. ഓ, ഇതാണ് മേസൺ ഫൈസ്റ്റർ എന്ന് പറഞ്ഞ മേസൺ. ഇത് എന്തുകൊണ്ടാണ് ഇത് ഫേമസ് എന്നുള്ളത് ഞാൻ വായിച്ചിട്ടേ ഇല്ല. മേസൺ ഫൈസ്റ്ററിനെ പറ്റിയിട്ട് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് മേസൺ ഫൈസ്റ്റർ എന്ന് പറയുന്നത്. PFISTER. ഇത് അന്നത്തെ കാലത്തെ ഒരു വലിയ പൈസക്കാരന്റെ വീടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഫേമസ് എന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഇത് കണ്ടോ, ഇവിടെ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ പടങ്ങളും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹൗസ്. അതുകൊണ്ടാണ് ഇത് ഫേമസ് ആയത്. പിന്നെ ഇന്നും അവരത് നല്ലോണം റിട്ടൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, താഴത്തെ ഫ്ലോറിൽ മാത്രം ഒരു ഷോപ്പുണ്ട്, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ നിർത്തിയിട്ടുണ്ട് ഒരു. ഈ ബിൽഡിങ്ങും പഴയ കാലത്തെ ബിൽഡിംഗ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇതുണ്ടോ, ഹൻസി. അവിടുത്തെ മ്യൂസിയത്തിന്റെ പേരും ഹൻസി എന്നായിരുന്നു. അത് എന്താന്നറിയില്ല. ഇതും കൂടെ കാണിച്ചിട്ട് നമ്മള് മെല്ലനെ ഇനി ഒരു വാവ്, അത് നോക്കപ്പാ സെന്റർ. ഇങ്ങോട്ടേക്ക് തന്നെ ഇവിടെ ഇപ്പൊ തിരക്ക് കൂടിയിട്ട് ഒരു രക്ഷയില്ല. എന്തൊരു തിരക്കെന്നാ പറയണ്ടേ. ഇത് നോക്കാം, ഫുൾ ആളുകളായി. നമ്മള് സ്ട്രാസ്ബർഗ് പോയപ്പോ അവിടെ ഉള്ളതിനെക്കാട്ടിലും ആളുകൾ. ഫുള്ള് 4 വശം ആളുകൾ തന്നെ. തിരക്കോട് തിരക്ക്. നല്ല സ്മെല്ല് ഹോട്ട് ചോക്ലേറ്റിന്റെയും ചീസിന്റെയും ഒക്കെ മണം.
കോൾമാറിലെ ലോങ് വെരി വൈഡ് സ്ട്രീറ്റ്. തൊട്ടടുത്താണ് മറ്റേ സ്മോൾ വെനീസ് എന്നറിയപ്പെടുന്ന കോൾമാറിലെ സ്ഥലം. അവിടെ ഒരു കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, അത് തന്നെ കാണാൻ. എപ്പോഴും ബിൽഡിങ്സിന്റെ ഒക്കെ ഭംഗി ഇവിടുന്ന് കാണാം. കുറേ ബിൽഡിങ്സ്, അങ്ങനത്തെ ബിൽഡിങ്സ് ഉണ്ട്. മെയ്സൺ റൂഷ്, റെഡ് മെയ്സൺ, റെഡ് ഹൗസ് ആണ് ബലത്, റെഡ് ഹൗസ്. ഇതാണ് വെനീസ്. ആൾക്കാർ ബോട്ടിൽ പോന്നു, ഇങ്ങനെ ബിൽഡിങ്സ്. വാവ്, ഇത് സൈഡിലത്തെ ഈ ഹൗസസ് ഒക്കെ ശരിക്കും പിക്ചറിൽ നിന്ന് പറിച്ചുകൊണ്ട് കൊണ്ട് വെച്ച പോലെയുണ്ട്. വാവ്, ഈ ഫ്രെയിം നോക്ക്. ഓ, അത് മൊത്തം ലവ് ലോക്കാണ്, കണ്ടോ? റെഡ് ലവ് ലോക്കാണ് അത് മൊത്തം. ഇത് മൊത്തം ലവ് ലോക്കാണ്. വാവ്, അതാ കറക്റ്റ് ടൈമിൽ 2 അരയണ്ണവും വരുന്നുണ്ട്. എന്തൊരു ഭംഗിയാ നോക്ക്. ആ അരയണ്ണം കൂടി വന്നപ്പോ പെർഫെക്റ്റ്. വാവ്, പെർഫെക്റ്റ്. ബോട്ട് റൈഡിന് പോണെങ്കി ബോട്ട് റൈഡിന് പോവാട്ടോ. പക്ഷേ എന്ത് രസാണ് ഇത്. എനിക്കിത് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല, അത്ര ഭംഗി. നീലുവിന് ലവ് ലോക്ക് ടച്ച് ചെയ്യണമെന്നും പറഞ്ഞ് വന്നതാണ്. നോക്കട്ടെ. വാവ്, ടച്ച് ചെയ്തോ? സന്തോഷായോ? ഇതാ കൊറേ ലവ് ലോക്ക് ഉണ്ട്. അവര് കുനിഞ്ഞു കിടക്കും. നീലും ബാലും അവിടെ ഒരു റൈഡിൽ കയറാൻ വേണ്ടി നിൽക്കുക. അപ്പൊ എനിക്ക് കിട്ടിയ അവസരം മുതലാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന. കാരണം ഒരു സെക്കൻഡ് പിള്ളേർ പോട്ടെ. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബിൽഡിങ്സ് കണ്ടിട്ടും മതിയാവുന്നില്ല. ഇതാണ് അതിൻ്റെ കോൾമാറിലെ ഹാഫ് ടിമ്പേർഡ് ഹൗസസിൻ്റെ റിയൽ ഭംഗി. ഇപ്പം ലിറ്റിൽ വെനീസ് വന്ന് കണ്ടപ്പോഴാണ് ശരിക്കും അതിൻ്റെ റിയൽ ഭംഗി മനസ്സിലാവുന്നത്. എത്ര ഭംഗിയല്ലേ. ഓരോ നാട്ടിലും ഓരോരോ ഡിഫറെൻറ്റ് ആർക്കിടെക്ചറും. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടും ഇവിടെ ഈ അൽസേസ് റീജിയൻ 3 സ്ട്രാസ്ബർഗ് ആണെങ്കിലും കോൾമാർ ആണെങ്കിലും ഭയങ്കര ഫേമസ് ആണ് ക്രിസ്മസിന്. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ. അപ്പം അല്ലാത്തപ്പം ഇത് ഭയങ്കര സൈലൻ്റ് ആയി. കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമൊന്നും അല്ല. അപ്പം ഇനി ഒരിക്കൽ അധികം തിരക്കില്ലാത്തപ്പോൾ വരണം. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ ഹൗസസ് അത് കാണാനും ആ ബിൽഡിങ്, ഈ സ്ട്രീറ്റ് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. അപ്പോൾ ബായ്, ഞങ്ങള് പോവാണ്, കോൾമാറിൽ നിന്ന് പോവാണ്. അങ്ങനെ വെനീസും കണ്ടു. നമ്മള് നാളെ കാണാം. ബൈ ബൈ.